നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രാക്ഷൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഫ്രാക്ഷൻസിൻ്റെ ക്ലാസ് കാണാത്തവരത് കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100% പരീക്ഷയ്ക്ക് വരുന്നതാണ്. എങ്ങനെയാണെന്ന് ഇത് നോക്കി കണ്ട് മനസ്സിലാക്കുക. 1/5 part of 1/5 part of a drum. 1/5 part of a drum. 1/5 part of a drum is filled. 1/5 part of a drum is filled with milk. Is filled with milk. ഒരു ഡ്രമ്മിൻ്റെ 1/5 ഭാഗം മിൽക്ക് നിറച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദി ഡ്രം? വാട്ട് ഈസ് ദി കപ്പാസിറ്റി ഓഫ് ദി ഡ്രം? വാട്ട് ഈസ് ദി കപ്പാസിറ്റി ഓഫ് ദി ഡ്രം? വാട്ട് ഈസ് ദി കപ്പാസിറ്റി ഓഫ് ദി ഡ്രം? If it require, what is the capacity of the drum if it require 28 liter more? 28 liter more to fill the drum. To fill the drum completely. To fill the drum completely. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി തരാം. To fill the drum completely. 1/5 part of a drum is filled with milk. ഒരു ഡ്രമ്മിൻ്റെ 1/5 പാർട്ട് മിൽക്ക് കൊണ്ട് നിറച്ചിരിക്കുക ഒരു ഡ്രം. ഇതിൻ്റെ 1/5 പാർട്ട്, ആകെ ഇതിൻ്റെ കപ്പാസിറ്റി 5/5 ആണ് അതിൻ്റെ കപ്പാസിറ്റി. ഇതിൽ ഇത്രയും ഭാഗം മിൽക്ക് കൊണ്ട് നിറച്ചിരിക്കുക. 1/5 പാർട്ട് ഈസ് ഫിൽഡ് വിത്ത് മിൽക്ക്. What is the capacity of the drum if it requires 28 liter more to fill the drum completely? ഈ ഡ്രം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ഇനി 28 ലിറ്റർ കൂടെ വേണം. അപ്പോൾ 1/5 പാർട്ട് ഫില്ല് എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി ഫില്ല് ചെയ്യാനുള്ള എത്രയാണ്? 5/5 നിന്ന് 1/5 പോയാൽ ബാക്കി ഫില്ല് ചെയ്യാനുള്ള ഭാഗം 4/5 ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 28 ലിറ്റർ. അപ്പം ഇതിൻ്റെ കപ്പാസിറ്റി ടോട്ടൽ അത് വെച്ച് നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി കാണാം. അപ്പം ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ഡ്രം ഈസ് ഈക്വൽ ടു ടോട്ടൽ കപ്പാസിറ്റി ഇൻറ്റു കപ്പാസിറ്റിയുടെ 4/5 പാർട്ട് എത്ര എന്നാണ് തന്നിരിക്കുന്നത്? 28 ലിറ്റർ. 28 ലിറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആകെയുള്ള കപ്പാസിറ്റിയുടെ 4/5 പാർട്ട് 28 ലിറ്റർ ആണ്. അപ്പോൾ കപ്പാസിറ്റി കാണാൻ ഇതിനെ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 28 ലിറ്റർ ഡിവൈഡഡ് ബൈ ഇൻറ്റു ആണ്, ഇവിടേക്ക് ചെല്ലുമ്പോൾ ഡിവിഷൻ ആകും 4/5. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഒരു ഫ്രാക്ഷൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 28 × 5/4. ഇനി 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 4s are 28. 4 7 28. ഇനി 7 × 5 ഈസ് ഈക്വൽ ടു 35 ലിറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. ഇപ്പോൾ കപ്പാസിറ്റി നമുക്ക് ഇതാണ് 1/5 പാർട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. ബാക്കി 4/5 പാർട്ട് ഫില്ല് ചെയ്യാനുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 28 ലിറ്റർ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 28 ലിറ്റർ വെച്ച് നമുക്ക് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അപ്പം ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 35 ലിറ്ററാണ്. ഇത് വീണ്ടും കേട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിനോടൊപ്പം ഞാൻ പറയുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദി പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ്, 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് തന്നിരിക്കുന്നു. ദി പ്രോഡക്റ്റ് ഓഫ്, ഇതൊക്കെ നവോദയ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസാണ്. ദി പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ ഇടുന്ന എല്ലാം നവോദയ പരീക്ഷയ്ക്ക് വന്നതാണ്. അത് ചെയ്ത് പഠിച്ച ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ദി പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 5/4
is 5 by 4. The product of two numbers is 5 by 4. If one number is 5 by 6, അതിലൊരു നമ്പർ 5 by 6 ആയാൽ വാട്ട് ഈസ് ദ അതർ നമ്പർ? മറ്റേ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ അതർ നമ്പർ? അതിലൊരു നമ്പർ 5 by 6 ആയാൽ മറ്റേ നമ്പർ ഏത്? വാട്ട് ഈസ് ദ അതർ നമ്പർ? അപ്പോൾ നമുക്കിവിടെ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. പ്രോഡക്റ്റ് എത്രയാണ്? രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 5 by 4. 5 by 4. അതിലൊരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. വൺ നമ്പർ ഈസ് ഈക്വൽ ടു, വൺ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 5 by തന്നങ്ങോട്ട് എടുത്തെഴുതുക 5 by 6. വൺ നമ്പർ 5 by 6. അപ്പോൾ ഈ 5 by 6ഉം മറ്റേ നമ്പറും കൂടി, അതായത് അതർ നമ്പറും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 5 by 6 ഇൻറ്റു അതർ നമ്പർ ഈസ് ഈക്വൽ, നമുക്ക് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 5 by 4. അപ്പോൾ അതർ നമ്പർ കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ അതർ നമ്പർ കാണാൻ അതർ നമ്പർ ഈസ് ഈക്വൽ ടു 5 by 4നെ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 by 5. 5ഉം 5ഉം കൂടെ വെട്ടിപ്പോവും. ബാക്കി 6 by 4. അപ്പോൾ ഈ 6 by 4നെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. 6 by 4നെ ചെറുതാക്കുമ്പോൾ എങ്ങനെ വരും? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 കിട്ടും. അപ്പോൾ എൻ്റെ ഫൈനൽ ആൻസർ 3 by 2. ഫൈനൽ ആൻസർ 3 by 2 എന്ന് വരും. അപ്പോൾ ഇന്ന് ഈ രണ്ട് എക്സാമ്പിൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.